തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാവുകയാണ്. ലാറ്റോ ക്ലാസ് പ്രോബ് ആ ഉപകരണം ലഭ്യമാകാത്തതിന്റെ പേരിലാണ് 3 ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വന്നത് എന്നുള്ളതാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. ആ ഉപകരണങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചു, മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ ആരംഭിക്കുകയും ചെയ്തു. ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗമാണ് ഈ ഉപകരണങ്ങൾ ഇന്ന് ആശുപത്രിയിലേക്ക് എത്തിയത്. എന്തുകൊണ്ടാണ് ഇതിന് മുൻപ് സാധ്യമാകാഞ്ഞത്? സാധിക്കുമായിരുന്ന വഴികളുണ്ട് എന്ന് ഇന്ന് തെളിയുകയാണ്. അതാണ് ആവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ അതിൽ കൃത്യമായി വിവാദങ്ങൾ ഉണ്ടാകുന്നു, അതിൽ നാട്ടുകാർ മുഴുവൻ, സമൂഹം മുഴുവൻ ചർച്ചയാകുമ്പോൾ ഉടനടി നടപടികൾ എടുത്തേ തീരൂ എന്നൊരു ഘട്ടം വരുമ്പോൾ നടപടികൾ വേഗത്തിലുണ്ടാകുന്നു, എത്തേണ്ട സാധനങ്ങൾ യഥാസമയത്ത് എത്തുന്നു, രോഗികൾക്ക് കൃത്യമായി ചികിത്സ നൽകാൻ കഴിയുന്നു. അപ്പോൾ ഈ ഒരു ചൂട് അല്ലെങ്കിൽ ഈ ഒരു ജാഗ്രത, ആർജവുമൊക്കെ എല്ലായ്പ്പോഴും അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പ്രകടിപ്പിക്കേണ്ടതാണ്. അത് വാർത്തയാകുമ്പോഴോ അല്ലെങ്കിൽ വലിയ ചർച്ചയാകുമ്പോൾ മാത്രം പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യവുമല്ല. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അമൽ, ഇത്രയും ഊർജിതമായ പ്രശ്നപരിഹാര സാധ്യത ഇതിനു മുൻപും ഉണ്ടായിരുന്നില്ലേ? ജനങ്ങളുടെ ജീവന് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് ഇത്രമേൽ പ്രാധാന്യം ഈ വിവാദങ്ങളൊന്നും ഇല്ല എങ്കിലും നൽകേണ്ടതല്ലേ? ഈ ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഇത് സാധ്യമാകാത്തതിന്റെ പേരിൽ ഈ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഹെലികോപ്റ്ററിലൊന്നും എത്തിച്ചില്ല എങ്കിലും സാധ്യമായ രീതിയിൽ അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം മുൻകൂർ കാണിച്ചുകൂടായിരുന്നോ എന്ന ചോദ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. മാധു, എന്തായാലും ഒരു ഡോക്ടർ ഒരു കലാപം നടത്തിയിട്ടാണെങ്കിൽ കൂടി ഈ ആശുപത്രിയിലെ ഉപകരണങ്ങളൊക്കെ എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, ആശ്വാസകരമായ കാര്യം തന്നെയാണ് രോഗികളെ സംബന്ധിച്ച്. പക്ഷേ ഇത് മാത്രം മതിയോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്ന് ചോദിച്ചാൽ അത് മൂത്രക്കല്ലിന് ശസ്ത്രക്രിയ നടത്തുന്ന ഒരു ഉപകരണം എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഇവിടെ വേറെയുമുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ എന്ത് തരത്തിലുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവിടെയൊക്കെ സ്കാനിങ്ങിന് തിരുവനന്തപുരം മാധു കഴിഞ്ഞ ദിവസം പറയുന്നത് ഞാൻ കേട്ടിരുന്നു, ചർച്ചയിലിരുന്നപ്പോൾ പറയുന്നത് കേട്ടിരുന്നു. മാധുവിൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ചികിത്സയിൽ കഴിഞ്ഞ സമയത്ത് വന്ന് കണ്ടപ്പോഴത്തെ പരിതാപകരമായ അവസ്ഥയെപ്പറ്റി, ഇവിടെ ഒരു പരിശോധനയ്ക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു സ്കാനിങ്ങിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് കുറിച്ചു കൊടുക്കുന്ന സമയമെന്ന് പറയുന്നത് മാസങ്ങൾ കഴിഞ്ഞാണ്. അവർക്ക് പിന്നീട് തൊട്ടപ്പുറമുള്ള ഈ മെഡിക്കൽ കോളേജിന് താഴെയായി കുറേ പ്രൈവറ്റ് ഈ പറയുന്ന പരിശോധനാ കേന്ദ്രങ്ങളുണ്ട്. അവിടെ പോയി അത് ലാബിലൊക്കെ പോയി പരിശോധിച്ച് വരുമ്പോൾ അവർക്ക് നൽകേണ്ടി വരുന്നത് ഭീമമായ തുകയാണ്. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്മാരാണ് സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുന്നത്. ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ ബെൻസ് കാറുകളൊക്കെ നിർത്തിയിട്ട് പണക്കാരൊക്കെ വന്നു കയറുന്ന ഒരു സംവിധാനമായി നമ്മുടെ ആശുപത്രി സംവിധാനം മാറി എന്നൊക്കെ പറയുമ്പോൾ പോലും സാധാരണക്കാരുടെ ഒരു ആശ്രയം തന്നെയാണ് ഇപ്പോഴും മെഡിക്കൽ കോളേജ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നല്ല ചികിത്സയൊക്കെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അവർ വരുന്നതാണ്. അപ്പോൾ വരുമ്പോഴാണ് അവരോട് പറയുന്നത് സ്കാനിങ്ങിന് 3 മാസം 4 മാസമൊക്കെ കാത്തിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അപ്പോൾ അവർ സ്വാഭാവികമായും പ്രൈവറ്റ് സംവിധാനങ്ങളിലേക്ക് പോകും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. അതിനൊരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന ഹാരിസ് ഡോക്ടറുടെ വെളിപ്പെടുത്തലും അതിനെ തുടർന്നുണ്ടായ നടപടികൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോഴെന്തായാലും ഒരു മാറ്റം കൂടി ഈ ഉദ്യോഗസ്ഥ തലപ്പത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായി സൂപ്രണ്ടിനെ മാറ്റി പകരം ഒരാൾ വരുന്നു എന്നുള്ള തരത്തിൽ ചില ആലോചനകൾ നടക്കുന്നുണ്ട്. നിസാറുദ്ദീൻ എന്ന് പറയുന്ന ഒരു പഴയ സൂപ്രണ്ട് ഉണ്ടായിരുന്നു, ഇവിടുന്ന് ചുമതല ഒഴിഞ്ഞു പോയതാണ്. തന്നെ കൊണ്ട് ഇത് വയ്യ എന്ന് പറഞ്ഞ് ഇട്ടുപോയ ഒരാളാണ്. കാരണം ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് പോയതാണ്. അതിനാൽ തന്നെ ആ ഡോക്ടറോട് കൂടി സമ്മതം വേണം. പക്ഷേ ഡോക്ടറോട് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചുമതല ഏറ്റെടുക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനിയിപ്പോൾ ആ ചുമതലയിൽ മാത്രമാണ് മാറ്റം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതികരണം കൂടിയുണ്ട് ഈ ഉപകരണങ്ങൾ എത്തിയതുമായി ബന്ധപ്പെട്ട്. എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി സുഗമമായി മെഡിക്കൽ കോളേജിൽ മുന്നോട്ട് പോവുക എന്നറിയാൻ കഴിയുന്നവർ